വീഡിയോ മുന്തിരി അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളകാണ്. അപ്പോൾ അത് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണയൊക്കെ ഒഴിക്കാം. ഇവിടെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പെട്ടെന്ന് തീരുകയും ചെയ്യും എനിക്ക് ഇവിടെ. നമ്മൾ അധികം നാൾ വെക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഇത്രയും സംഭവങ്ങൾ നമ്മൾ വഴറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ അതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം അച്ചാറിലെ വെളുത്തുള്ളി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നല്ല മുളക് പൊടി, കാശ്മീരി ഉണ്ടെങ്കിൽ അതിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കളറായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വാട്ടുകയാണ് കേട്ടോ. നല്ല പച്ചമണം മാറുന്നതിൽ കുറച്ച് ഒന്ന് നല്ലൊരു കളർ കിട്ടുന്നവരെ നമുക്ക് ഇടാം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുന്തിരി നല്ല പുളിയുള്ള മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിനകത്തേക്ക് ആ ഗ്രേവിയിലേക്ക് പിടിക്കണം കേട്ടോ. നമുക്ക് ഗ്രേവി ആയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ മുന്തിരിൻ്റെ ഉള്ളിലുള്ള വെള്ളം നന്നായിട്ട് അതിനകത്തേക്ക് വന്നിട്ട് ഒരുവിധം നല്ല ഗ്രേവി വരും. പിന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം. കാരണം ആ ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു സത്ത് അത് ഭയങ്കര ടേസ്റ്റാണ്. അത് നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ നമ്മളെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട്. അച്ചാറിന് കുറച്ച് മധുരം കൂടെ വരുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുളിയും മധുരവും എരിവും എല്ലാം കൂടെ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ അതിങ്ങനെ കിടന്ന് വേവട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേനും ഒരുവിധം നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്നപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മൾ വെച്ചപ്പോൾ നല്ല ഡ്രൈ ആയിരുന്നില്ലേ. ഇപ്പം നമുക്ക് മുന്തിരിന്ന് നല്ല ചാറൊക്കെ ഇറങ്ങിയിട്ട് ഒരുവിധം ഗ്രേവിയൊക്കെ ആയിട്ടോ. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നമുക്ക് അപ്പം തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇവിടെ നമ്മുടെ ഇടയിലാണെങ്കിൽ ഇത് ഉണ്ടാവില്ല, എന്തായാലും ഒരു 2 ദിവസം കൊണ്ട് തന്നെ തീരും. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി അടച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത്രയും